എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ GSTയിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്ലൈ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഈ പാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സപ്ലൈയുടെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇന്ന് നമ്മൾ അതേ സപ്ലൈയിൽ തന്നെ ഷെഡ്യൂൾ 1നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ 1നെ കുറിച്ചും അതേപോലെ ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ള വേറൊരു സെക്ഷൻ കൂടിയുണ്ട്. അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 അഥവാ സപ്ലൈ മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് ടേക്ക് കൺസിഡറേഷൻ എന്ന് പറയുന്ന സെക്ഷൻ 7(1)(c) എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഷെഡ്യൂൾ 1ൽ കുറച്ച് ഐറ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലെങ്കിൽ കൂടി അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി എന്തിനൊക്കെയാണ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെഡ്യൂൾ 1ൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് കാണാം, പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ് ഷാൾ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ബിസിനസ്സിൻ്റെ അസറ്റുകൾ നമ്മൾ പെർമനൻ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല, മറിച്ച് എന്താണ്, അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വരും വീഡിയോകൾ നമുക്കൊരു ചാപ്റ്ററായിട്ട് വലുതായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ITC എന്നുള്ള പറയുന്ന കൺസെപ്റ്റ് മാത്രം ഓർത്ത് വയ്ക്കുക. അതായത് നമ്മളൊരു സാധനം വാങ്ങി അതിൽ ITC അവെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ITC അവെയിൽ ചെയ്ത അസറ്റ് ബിസിനസ് അസറ്റ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് ഷെഡ്യൂൾ 1 പ്രകാരം സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ അതിൽ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ രമേഷ് ഈസ് എൻഗേജ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് ബ്യൂട്ടി പ്രൊഡക്ട്സ്. ഫ്യൂ ഓഫ് ഐറ്റംസ് ഓൺ വിച്ച് ഹാസ് ബീൻ ഓൾറെഡി അവൈൽഡ് ഓൺ ITC ടേക്കൺ ബൈ ഹിം ഫോർ പേഴ്സണൽ യൂസ് ടു ഹിസ് ഫാമിലി മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രമേശ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനാണ്. ആ ബിസിനസ്മാൻ എന്താണ്, ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അയാൾക്ക് എന്തിൻ്റെ ബിസിനസ്സാണ്? ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ബിസിനസ്സാണ്. അയാൾ തൻ്റെ കടയിൽ വാങ്ങിയിട്ടുള്ള ആ ബ്യൂട്ടി പ്രൊഡക്ട്സിനെല്ലാം എന്താണ് ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു? തൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, അവൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു. കടയിൽ വിൽക്കുകയല്ല ചെയ്ത്, മറിച്ച് എന്താണ് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എങ്കിൽ അതെന്തായിട്ട് കണക്കാക്കുന്ന പറഞ്ഞിരിക്കുന്നത്? അവിടെ കൺസിഡറേഷൻ ഇല്ല. തൻ്റെ ഫാമിലിയിലെ ആൾക്കാർക്ക്, വീട്ടിൽ ഉള്ള ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ പൈസ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതെന്താണ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കിഷൻ എന്ന് പറയുന്ന ആൾ വാങ്ങിയിട്ടുണ്ട്? ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. ആ ഫർണിച്ചറിന് എന്താണ് അയാൾ ITC അവെയിൽ ചെയ്തിട്ടുണ്ട്. അത് 2 വർഷത്തിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ NGOയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊണേഷൻ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. ആ സപ്ലൈ ആയതുകൊണ്ട് അതെന്താണ് GST പ്രകാരം ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബിസിനസ് അസറ്റ് പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ITC അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റാണ്. ITC അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ കൂടി, അവിടെ സപ്ലൈ ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി എന്താണ് അത് ടാക്സബിൾ ആണെന്ന് പറയുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിൻറ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ആരാണ് റിലേറ്റഡ് പേഴ്സൺസ്, ആരാണ് ഡിസ്റ്റിൻറ്റ് പേഴ്സൺ എന്നുള്ളത്. അത് നമുക്കിത് തൊട്ടടിയിൽ നോക്കാം. ആദ്യം റിലേറ്റഡ് പേഴ്സൺ ആരാന്ന് നോക്കാം. റിലേറ്റഡ് പേഴ്സൺ ആരാ? Explanation to section 15 subsection 5 person shall be deemed to be related person. സെക്ഷൻ 15 subsection 5ലാണ് റിലേറ്റഡ് പേഴ്സണിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആരാണ്? അതിൽ ഓരോ പോയിൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, സച്ച് പേഴ്സൺ ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ ആൻഡ് കമ്പനി. എന്താണ്, ചിലപ്പോൾ ഒരു കമ്പനിയിൽ
ഓഫീസർമാർ അല്ലെങ്കിൽ ഡയറക്ടർമാർ ആവാം, അവരെന്താ റിലേറ്റഡ് പേഴ്സൺ ആണ്. രണ്ടാമത്തെ എന്താ, സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഓഫ് ബിസിനസ്സിൽ ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരെന്താണ് റിലേറ്റഡ് പേഴ്സൺ ആണ്. ദെൻ സച്ച് പേഴ്സൺ ആർ എംപ്ലോയർ ഓ എംപ്ലോയി, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി ആണെങ്കിൽ അതെന്താണ്, അത് റിലേറ്റഡ് പേഴ്സൺ ആണ്. അവർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ റിലേറ്റഡ് പേഴ്സൺ ട്രാൻസാക്ഷൻ ആണ്. ദെൻ എനി പേഴ്സൺ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഓൺ ഓർ കൺട്രോൾ holds 25% or more outstanding voting stock or shares of both of them. എന്താണ്, ഒരു കമ്പനിയുടെ എന്താ പറയുക, ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ 25% വോട്ടിംഗ് അല്ലെങ്കിൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ദെൻ അടുത്തത്, വൺ ഓഫ് ദം ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി കൺട്രോൾ അനദർ, എന്താണ്, ഒരാൾ മറ്റൊരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരാളെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് റിലേറ്റഡ് പേഴ്സൺസ് ആണ് അവർ. അത് അടുത്തത് എന്താണ്, ബോത്ത് ഓഫ് ദം ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി കൺട്രോൾഡ് ബൈ എ തേർഡ് പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരം ഒരു മറ്റ് രണ്ടാളിനെ എന്താണ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ദെൻ ദേ ആർ ദി മെമ്പേഴ്സ് ഓഫ് സെയിം ഫാമിലി, ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ, ഫാമിലി എന്ന് പറയുമ്പോൾ അപ്പോൾ ആരൊക്കെ വരിക, ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കണക്കാക്കില്ല, ആരൊക്കെയാണ്, ദി സ്പൗസ്, എന്താണ്, ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്പൗസ് ആരാണെങ്കിൽ സ്പൗസ്, ആൻഡ് ചിൽഡ്രൻ ഓഫ് ദി പേഴ്സൺ, അതായത് ആ വ്യക്തിയുടെ ചിൽഡ്രൻ, മക്കൾ. ഓക്കെ. അതിൻ്റെ അടുത്ത് എന്താ, ബി പോയിന്റിൽ എന്താ പറയുന്നത്, പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഓഫ് ദി പേഴ്സൺ ഇഫ് ദേ ആർ ഹോൾലി മെയിൻലി ഡിപ്പെൻഡൻറ്റ് ടു എ സെറ്റ് പേഴ്സൺ, അതായത് ടാക്സബിൾ ആയിട്ടുള്ള പേഴ്സൻ്റെ പാരൻസ് ആവാം, പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആവാം, ബ്രദറോ സിസ്റ്ററോ ആവാം. എങ്കിലൊക്കെ ഇവരൊക്കെ ആവണമെങ്കിൽ എന്താവണം, ഇവരെല്ലാം ജീവിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഡിപ്പെൻഡ് ആയിരിക്കണം, അതായത് ഈ പർട്ടിക്കുലർ പേഴ്സൻ്റെ വരുമാനത്തിലായിരിക്കണം ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് വരുമാനമോ കാര്യങ്ങളോ ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. ഓക്കെ, സ്വന്തമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാവരുത്, മറിച്ച് ഇയാളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഇവർ ജീവിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള ഫാമിലി ആണെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അതെന്താണ്, റിലേറ്റഡ് പേഴ്സണായിട്ട് കണക്കാക്കും. ഇനി അടുത്ത ഡിസ്റ്റിൻറ്റ് പേഴ്സൺ എന്താണെന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 24(5) സെക്ഷൻ 4 പറയുന്നത്. ഡിസ്റ്റിൻറ്റ് പേഴ്സൺ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനത്തോ യൂണിയൻ ടെറിട്ടറിയിലോ അയാൾക്ക് ബിസിനസ് ഉണ്ട്, അയാളുടെ ഓരോ ബിസിനസ്സിനും എന്താണ്, സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഡിസ്റ്റിൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ബിസിനസ് ഉണ്ട്, തമിഴ്നാട് ബിസിനസ് ഉണ്ട്, കർണാടക ബിസിനസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ മൂന്നോടത്തും ഞാൻ ചെയ്യുന്ന ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സംസ്ഥാനത്തും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായിട്ട് കണക്കാക്കും, ഡിസ്റ്റിൻറ്റ് പേഴ്സണായിട്ട് കണക്കാക്കും. അതാണ് ഡിസ്റ്റിൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിൻറ്റ് പേഴ്സണും എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ 2 പ്രകാരം എന്താണ് പറയുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ആൻഡ് ഡിസ്റ്റിൻറ്റ് പേഴ്സൺ. എന്താണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റഡ് പേഴ്സണായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റിൻറ്റ് പേഴ്സണായിട്ടോ ഗുഡ്സ് സർവീസസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതെന്തായിട്ടും അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, സപ്ലൈ ഗുഡ്സ് ആണ് പറയുന്നത്. സപ്ലൈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഓർ വേർ ദി ഏജൻറ്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. എന്താണ്, ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ്, അതായത് ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും, അയാൾക്കൊരു ഏജൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സിൻ്റെ ഓണർക്ക് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് എന്താണ് അവിടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിലും അത് അവിടെ സപ്ലൈ ഗുഡ്സ് ചെയ്യുകയാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൈ എൻ ഏജൻറ്റ് ടു ഹിസ് പ്രിൻസിപ്പൽ വേർ ദി ഏജൻറ്റ് അണ്ടർടേക്ക് റിസീവ്സ് സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. എന്താണ്, ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഗുഡ്സ് റിസീവ് ചെയ്യുകയാണെങ്കിലോ, അതാണ് എയും ബിയും പോയിന്റ് പറയുന്നത്. അതിനെന്തായിട്ട് കണക്കാക്കുന്ന പറയുന്നത്, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ഏജൻറ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റ് തൻ്റെ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട്, തൻ്റെ മുതലാളിക്ക് വേണ്ടി, പ്രിൻസിപ്പൾ നമ്മൾ മുതലാളി എന്ന് പറഞ്ഞാൽ ആ മുതലാളിക്ക് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് പ്രവർത്തിക്കുന്നു വിചാരിക്കുക. ആ ഏജൻറ്റ് മുതലാളിക്ക് വേണ്ടിയിട്ട്, അതായത് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഗുഡ്സ് റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്, അത്
വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും പണമിടപാടുകളും നടക്കുന്നില്ല എങ്കിൽ അതിനെ എന്ത് പറയുന്നു, അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തത് പറയുന്നുണ്ട്. നാലാമത്തെ എന്താ പറയുക പോയിന്റ് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് തന്നെയാണ്, പക്ഷേ അതിലൊരു എലാബറേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ആ രണ്ട് മീനിങ് ആണ് വരുന്നത്. അത് നോക്കുക. ഷെഡ്യൂൾ 1 പറയുന്ന നാലാമത്തെ പോയിന്റ് നോക്കുക. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ പേഴ്സൺ ഓർ റിലേറ്റഡ് പേഴ്സൺ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ പോയിന്റ് നമ്മൾ എവിടെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. എവിടെയായിരുന്നു? സെക്ഷൻ 7(1)(b) നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? അതിൽ പഠിച്ചിരിക്കുന്നത് എന്താ? ഇമ്പോർട്ട് ഓഫ് സർവീസസ്, അതായത് എന്താ പറയുക, ഒരാൾ പുറത്ത് നിന്ന് ഒരു സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയാണെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കുന്ന പറഞ്ഞിരിക്കുന്നത്? സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് സെക്ഷൻ 7 എന്താ പറയുക 1 സബ്സെക്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഷെഡ്യൂൾ 1 അതേപോലെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രണ്ടാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ഹൈലൈറ്റ്. അതായത് ഒരു റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ, ഓക്കെ, ഇപ്പോൾ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം എനി അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്ക് പുറത്തുനിന്നായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് രണ്ട് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, എന്താണ്? ഫോർ വാട്ട് പർപ്പസ്? ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതെന്തായിട്ട് കണക്കാക്കും? നമ്മൾ അതിനെ സപ്ലൈ ഗുഡ്സ് ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ സപ്ലൈ സർവീസസ് ആയിട്ട് കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. സെക്ഷൻ 7(1) സബ്സെക്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസിഡറേഷൻ, അവിടെ കൺസിഡറേഷൻ ഉണ്ട്. പിന്നെന്താണ്? അത് ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഫോർ ദി പർപ്പസ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ആവാം, അല്ലാതിരിക്കാം. അതാണ് അതിൽ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ റിലേറ്റഡ് പേഴ്സൺ തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അവിടെ സർവീസാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? കൺസിഡറേഷൻ ഇല്ല, മറിച്ച് എന്തുണ്ട്? ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടി ആയിരിക്കും വേണം. അങ്ങനെയെങ്കിൽ എന്താണ്? അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ കൂടി എന്താണ്? സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 പോയിന്റ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 1 4 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പെർമനൻറ്റ് ട്രാൻസ്ഫർ, അതായത് ഒരു ബിസിനസ് അസറ്റ് പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ഓൾറെഡി ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് പറയും? അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി എന്താണ്? അത് സപ്ലൈ ആയിട്ട് കണക്കാക്കും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസോ ബോത്ത്, എന്താണ്? നമ്മൾ ഗുഡ്സോ സർവീസസോ റിലേറ്റഡ് പേഴ്സൺ തമ്മിലോ അല്ലെങ്കിൽ ഡിസ്റ്റിൻറ്റ് പേഴ്സൺ തമ്മിലോ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി അതെന്താണ്? അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുമെന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ഏജൻറ്റ് തമ്മിൽ എന്താണ്? എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ പ്രിൻസിപ്പളിന് വേണ്ടി ഏജൻറ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് പറയുന്നു? സപ്ലൈ ഗുഡ്സോ സർവീസസ് ആയിട്ട് കണക്കാക്കുന്നു. ദെൻ അടുത്തത് എന്താണ്? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ്. റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നതോ എന്തിന്? ഫോർ വാട്ട് പർപ്പസ്? ഫോർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ട് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? സപ്ലൈ ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ട് ഓഫ് സർവീസസിൻ്റെ. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ 2 പോയിന്റ് നമ്മൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1(b) പ്രകാരം പറഞ്ഞതും ഈ ഷെഡ്യൂൾ 1 പറഞ്ഞതും രണ്ട് കൺസെപ്റ്റാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ,
ദെൻ ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ഉണ്ട്, പക്ഷേ എന്താണ് കൺസിഡറേഷൻ ഇല്ല. അങ്ങനെ സപ്ലൈ ഉണ്ട്, കൺസിഡറേഷൻ ഇല്ല എന്ന്, അതായത് ഗുഡ്സ് നടക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ കൺസിഡറേഷൻ ഇല്ല. അങ്ങനെ കൺസിഡറേഷൻ ഇല്ലാത്ത ഏതൊക്കെ ട്രാൻസാക്ഷനെയാണ് നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഷെഡ്യൂൾ 1 പറഞ്ഞത്. ഇനി ഷെഡ്യൂൾ 2 പ്രകാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഷെഡ്യൂൾ 2 പറയുന്നത് ഏതൊക്കെ ട്രാൻസാക്ഷൻസിനെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ടും കണക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് CMA ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് 2022 സിലബസിൻ്റെ. അതിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് സപ്ലൈ ഓഫ് സർവീസ് ആവും, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവും. ഷെഡ്യൂൾ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷെഡ്യൂൾ 1 പഠിച്ചു, ഇനി നമ്മൾ ഏത് പഠിക്കുന്നു? ഷെഡ്യൂൾ 2 ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഷെഡ്യൂൾ 2 ഫസ്റ്റ് പറയുന്നുണ്ട് ട്രാൻസ്ഫർ. പർട്ടിക്കുലേഴ്സിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ട്. എന്താണ് ട്രാൻസ്ഫർ? എനി ട്രാൻസ്ഫർ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. എന്താണ്? നമ്മൾ ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ടൈറ്റിൽ പറഞ്ഞാൽ എന്താ? ഓണർഷിപ്പ് എന്ന് വിചാരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കാറുണ്ട്, ഞാനൊരു കാറ് വാങ്ങി, അപ്പോൾ ഞാനാണ് കാറിൻ്റെ ഓണർ. അപ്പോൾ ആ ഗുഡ്സ് കാറിൻ്റെ ടൈറ്റിൽ ആർക്കാണ്? എനിക്കാണ്. ഓക്കെ, ആ ടൈറ്റിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നു, അതായത് ആ കാർ ഞാൻ വിൽക്കുന്നു. എൻ്റെ കാർ ഞാൻ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വിൽക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ആ കാറിൻ്റെ ഓണർഷിപ്പ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ കാറിൻ്റെ ടൈറ്റിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അവിടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കാറാണ്. കാറെന്ന് പറയുന്നത് ഗുഡ്സാണ്. അപ്പോൾ ഒരു ഗുഡിൻ്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റോബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഓക്കെ, റോബിക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് റോബി എന്ത് ചെയ്യുന്നു? തൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സാധനങ്ങൾ വിൽക്കുന്നു. എങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ ബി പറയുന്നുണ്ട്. ട്രാൻസ്ഫറിൽ ബി സെക്ഷൻ പറയുന്നത് എന്താണ്? എനി ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ഗുഡ്സ് ഓർ അൺഡിവൈഡഡ് ഷെയർ ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫർ ടൈറ്റിൽ ഡെയർ ഓഫ്. എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ കാർ ഞാൻ രാജേഷിന് കൊടുത്തു പറഞ്ഞു. ഞാൻ രാജേഷിന് എന്ത് ചെയ്യാണ്? എൻ്റെ കാർ ഞാൻ വിലയ്ക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്, മറിച്ച് എന്താണ്? എടാ നീ എൻ്റെ കാർ ഒരു 10 മാസം ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുക്കുകയാണ്. ഓക്കെ, കാർ ഞാൻ എന്ത് ചെയ്യാണ്? അവന് ഞാൻ ഒരു 10 മാസം നീ ഉപയോഗിച്ചോ, എടുത്തോ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. മറിച്ച് ഞാൻ എന്ത് ചെയ്യില്ല? എൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ടൈറ്റിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ എന്താണ്? റൈറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാറ് 10 മാസത്തേക്ക് രാജേഷിന് ഉപയോഗിക്കാനുള്ള അവകാശം ഞാൻ ആർക്ക് കൊടുക്കുന്നു? രാജേഷിന് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഓക്കെ, ഓരോൻ്റെ ഇടയിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ദെൻ സി പറയുന്നുണ്ട് ട്രാൻസ്ഫറിൽ. എന്താണ് സി? എന്താ? എനി ട്രാൻസ്ഫർ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ഫീച്ചർ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഷാൾ പാസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അപ്പോൺ പേയ്മെൻറ്റ് ഓഫ് ഫുൾ കൺസിഡറേഷൻ റിസീവ്ഡ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാറ് ഞാൻ പറഞ്ഞു, എൻ്റെ കാറ് ഞാൻ എന്ത് ചെയ്യാണ്? രാജേഷിന് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, 5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ആ കാർ വെക്കുന്നത്. പക്ഷേ രാജേഷ് എന്ത് ചെയ്തു? ആ കാറിൻ്റെ മുഴുവൻ പണം എനിക്ക് തരുന്നില്ല, ഒരു 2 ലക്ഷം രൂപ എനിക്ക് തന്നു, ബാക്കി 3 ലക്ഷം എന്താണ്? 3 വർഷമായിട്ട് അടച്ചു തീർക്കുക, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കുക എന്നാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതാണ് രാജേഷ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്തു? ഒരു എഗ്രിമെൻറ്റ് വെച്ചു. എഗ്രിമെൻറ്റ് വെച്ച പ്രകാരം എന്ത് ചെയ്തു? കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, 2 ലക്ഷം രൂപ രാജേഷ് എനിക്ക് തന്നു, 5 ലക്ഷമാണ് കാറിൻ്റെ വില, 2 ലക്ഷം എനിക്ക് തന്നു, ബാക്കി 3 ലക്ഷം 3 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? അതിനെയാണ് എന്ത് പറയുന്നത്? അവിടെ അങ്ങനെ വരികയാണെങ്കിൽ ആ കേസിൽ എന്താണ്? അത് സപ്ലൈ ഗുഡ്സ് ആണോ സർവീസാണോ? ഗുഡ്സ് ആണ് അല്ലേ. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവനെനിക്ക് ഫുൾ പേയ്മെൻറ്റ് തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഫുൾ എമൗണ്ട്, അതായത് ആ കാറിൻ്റെ ടൈറ്റിൽ ഞാൻ അവന് കൊടുക്കും. ഓക്കെ, ടൈറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓണർഷിപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അത് ഗുഡാണ്. ഓക്കെ, ട്രാൻസ്ഫർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ലാൻഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുന്നു. ലാൻഡ് ബിൽഡിംഗ് എന്താ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എലി ലീസ് ടെനൻസി ഈസ്മെൻറ്റ് ലൈസൻസ് ആൻഡ് ഓക്യുപ്പൈ ലാൻഡ്. എന്താണ്? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഞാൻ എന്ത് ചെയ്യാണ്? ലീസിന് കൊടുക്കുകയാണ്. എങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസാണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു സ്ഥലമുണ്ട്, ഞാൻ രാജേഷിനോട്
10 മാസം നീ എടുത്തോ പറഞ്ഞു. അവൻ എന്തെങ്കിലും എന്താ പറയുക, ചെറിയ ഇപ്പോൾ അവൻ അതായിട്ടൊരു പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, രാജേഷിന് ഇപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്, കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് എൻ്റെ സ്ഥലം ഞാൻ ലീസിന് കൊടുത്തു. എൻ്റെ കയ്യിലൊരു വെറുതെ തരിശായി കിടന്നൊരു സ്ഥലമുണ്ട്, അതായത് രാജേഷ് എൻ്റെ കയ്യിൽ നിന്ന് ലീസിന് എടുത്തു. എന്തിനാണ്? പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ലീസിന് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് എന്താ, ആജീവനാന്തം ഞാൻ രാജേഷിന് കൊടുക്കല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്, ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇത്ര കാലാവധിക്ക്, ഇപ്പോൾ 10 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നീ ഉപയോഗിച്ചോ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഞാൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. മറിച്ച് എന്താണ്, റൈറ്റാണ്, റൈറ്റ് ടു യൂസ്, ആ സാധനം ഉപയോഗിക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് അത്, സപ്ലൈ ഗുഡാണോ സർവീസാണോ? റൈറ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അത് അധികം? സർവീസ് ആയിരിക്കും. സപ്ലൈ സർവീസാണ്. നേരെ മറിച്ച് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിലോ, ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഓണർഷിപ്പ് കൊടുത്തു, നമ്മുടെ സാധനം കയ്യിൽ നിന്ന് ആ സാധനമേ പോയി, നമുക്ക് ഇനി അതിൽ അവകാശമില്ല. അപ്പോൾ എന്താണ് അത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ലാൻഡ് ബിൽഡിങ്ങിൽ ബി പറയുന്നുണ്ട്, എനി ലീസ് ഓർ ലെറ്റിംഗ് ഔട്ട് ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് എ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഓർ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ് ഏതർ ഹോളി ഓർ പാർട്ട്ലി. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. എൻ്റെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ആൾക്ക് രാജേഷിന് വാടകയ്ക്ക് കൊടുത്തു, അവന് താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്, അവിടെ ഞാൻ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ആ സാധനത്തിൻ്റെ ടൈറ്റിൽ, അതായത് ഓണർഷിപ്പ്, അവന് ഞാൻ ആ സ്ഥലം വിൽക്കുകയല്ല ചെയ്യണം, ആ ബിൽഡിങ് വിൽക്കുകയല്ല ചെയ്യണം, മറിച്ച് എന്താണ്, അവിടെ താമസിക്കാനുള്ളൊരു റൈറ്റ് കൊടുക്കുകയാണ്, ഒരു അവകാശം കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ആലോചിക്കുക, എന്താണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? റൈറ്റ് ടു ലീവ്, അതായത് അവിടെ താമസിക്കാനുള്ള അവകാശം, റൈറ്റ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോട്ട് ദി ഓണർഷിപ്പ്. എന്താണ് ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, റൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മറിച്ച് എന്താണ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതെന്താണെന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസ് പറഞ്ഞു, ട്രാൻസ്ഫർ പഠിച്ചു, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പഠിച്ചു. ഇനി അടുത്ത് എന്താ, ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അത് നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു അനദർ പേഴ്സൺസ് ഗുഡ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. എന്താണ്, ഒരാളുടെ സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ഒരു ഷർട്ട് തുണി വാങ്ങി തയ്ച്ചു. ഓക്കെ, ആ തയ്ച്ച ഷർട്ടിൽ എനിക്ക് എന്ത് ചെയ്യണം, ബട്ടൺസ് വെക്കണം. ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള രാഘവേട്ടൻ്റെ കടയിൽ പോയി ബട്ടൺസ് വെച്ച് തന്നു. അയാൾക്ക് ഞാൻ 10 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 50 രൂപ കൊടുത്തു, അയാൾ എനിക്ക് ഷർട്ടിൽ ബട്ടൺസ് വെച്ച് തന്നു. ഓക്കെ, അവിടുത്തെ ഒരു പ്രോസസ്സാണ് അത്. എന്താണ്, ആ ഷർട്ടെന്ന് പറഞ്ഞാൽ മുഴുവനാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ ബട്ടൺസ് വെക്കണം അല്ലേ. ആ ബട്ടൺസ് വെക്കാൻ വേണ്ടി ഞാൻ ആരെ ആശ്രയിച്ചു, രാഘവേട്ടനെ ആശ്രയിച്ചു. രാഘവേട്ടന് 50 രൂപ കൊടുത്തപ്പോൾ രാഘവേട്ടൻ എന്ത് ചെയ്തു, ആ ഷർട്ടിൽ എനിക്ക് ബട്ടൺസ് വെച്ച് തന്നു. ഓക്കെ, അങ്ങനെ ചെയ്ത് തരികയാണെങ്കിൽ അതെന്താണ്, അതൊരു സർവീസാണ്. രാഘവേട്ടനെ എനിക്കെന്താ കുടുക്ക് തരികയല്ല ചെയ്ത്, അതായത് കുടുക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതുകൊണ്ട് പറഞ്ഞാണ്. ആ ബട്ടൺസ് ഞാൻ രാഘവേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കല്ലേ ചെയ്തു, മറിച്ച് എന്താണ്, ആ രാഘവേട്ടനെ എൻ്റെ ഷർട്ടിൽ ആ ബട്ടൺസ് വെച്ച് തരികയാണ് ചെയ്തത്. അതെന്താണ്, ഒരു സർവീസാണ് അല്ലേ, പ്യുവർലി സർവീസാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോബ് വർക്ക് അല്ലെങ്കിൽ പ്രോസസ്സ്, അതായത് ആ ഷർട്ടാവുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺസ് കൂടി അതിൽ വെക്കണം. ആ ബട്ടൺസ് വെക്കുന്നതിന് ഞാൻ രാഘവേട്ടനെ സമീപിച്ചു, രാഘവേട്ടൻ എനിക്ക് വെച്ച് തന്നു. അതെന്താണ്, ഒരു തരത്തിലൊരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള പ്രോസസ്സാണെങ്കിൽ എന്താണ്, അത് എന്തായിരിക്കും, സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഞാൻ ആ എൻ്റെ ഷർട്ട് ഞാൻ എന്ത് ചെയ്യല്ല, രാഘവേട്ടന് കൊടുക്കുകയല്ല ചെയ്യണത്, വിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിലൊരു സാധനം വെച്ചാൽ പറയുന്നു. ഓക്കെ, അത് മാത്രമാണ്. അപ്പോൾ അതെന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. അതിലെന്താണെന്ന് നോക്കാം. വേർ ഗുഡ്സ് ഓഫ് ഫോമിങ് പാർട്ട് ഓഫ് ദി അസറ്റ്സ് ഓഫ് എ ബിസിനസ് are transferred or disposed of by or under the direction of the person carrying on the business, so no longer to form part of those assets എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ
എൻ്റെ അതിലുള്ള പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് എൻ്റെ ബിസിനസ്, ഞാനൊരു ബിസിനസ് നടത്താണ്. ആ ബിസിനസ്സിൽ എനിക്കൊരു കാറുണ്ട്. ആ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പിക്കപ്പ് മേടിച്ചു വിചാരിച്ചു. കാറല്ല, ഒരു പിക്കപ്പ് വാൻ മേടിച്ചു. മഹീന്ദ്രയുടെ ഒരു ബൊലേറോയുടെ ഒരു പിക്കപ്പ് മേടിച്ചു എന്ന് വിചാരിക്കുക. അത് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വന്നതാണ്. ഓക്കെ, ഒരു 10 വർഷം കഴിഞ്ഞ് അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിറ്റു. ഓക്കെ, ആ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ പിക്കപ്പ് വാന് ഞാൻ എന്ത് ചെയ്തു, വിറ്റു. അങ്ങനെ വിറ്റു എങ്കിൽ അതെന്തായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, സപ്ലൈ ഓഫ് ഗുഡായിട്ടാണ് കണക്കാക്കുക എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ വണ്ടി വാങ്ങിയത്. ആ വണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, വിൽക്കുകയാണ്. 10 വർഷം കഴിഞ്ഞ് വിൽക്കുന്നു. വിൽക്കുമ്പോൾ എന്താണ്, എൻ്റെ ഓണർഷിപ്പ്, ഞാൻ ആ വണ്ടിയുടെ ഓണർഷിപ്പ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, നോട്ട് ദി റൈറ്റ്. എന്താണ്, ആ സാധനം, ആ വാഹനം ഉപയോഗിക്കാനുള്ള റൈറ്റ് അല്ല കൊടുക്കുന്നത്, മറിച്ച് എന്താ, അത് ഞാൻ വിൽക്കുകയാണ്, അത് വിറ്റ് കളയുകയാണ്. അപ്പോൾ വിറ്റ് കളയുമ്പോൾ എന്താണ്, സാധാരണയായിട്ടും ആ സാധനം ത്തിൻ്റെ അവകാശം എന്നിൽ നിന്ന് പോകുന്നു. അപ്പോൾ അതെന്താണ്, അങ്ങനെ അവകാശം എന്നിൽ നിന്ന് പോവുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ അത് സപ്ലൈ ഓഫ് ഗുഡാണ്. ഓക്കെ, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അതിൽ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റിൽ രണ്ടാമത്തെ പോയിന്റ് ബി എന്താ പറയുന്നത് നോക്കാം. വേർ ബൈ ഓർ അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ക്യാരിങ് ഓൺ എ ബിസിനസ്, ഗുഡ്സ് ഹെൽഡ് ഓർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ആർ പുട്ട് ഇറ്റ് അറ്റ് എനി പ്രൈവറ്റ് യൂസ് ഓർ യൂസ്ഡ് that be available in the person for use for the purpose other than the purpose of business. ഒന്നുമില്ല, അത്ര വലിയ സെൻറ്റൻസാണെന്നുള്ളൂ. പറയുന്നത് എന്താ, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്കപ്പ് വാൻ വാങ്ങിയിട്ടുണ്ട് വിചാരിക്കുക. പിക്കപ്പ് വാൻ നമുക്ക് മാറ്റാം. ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഇന്നോവ കാർ മേടിച്ച് വെച്ചിട്ടുണ്ട് വിചാരിക്കുക. എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇന്നോവ കാർ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് പ്യുവർലി പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മുഴുവൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മേടിച്ച കാർ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി, പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ എന്താണ്, അത് എന്തായിട്ട് കണക്കാക്കുന്ന പറഞ്ഞിരിക്കുന്നത്, സപ്ലൈയോ സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ്സും എൻ്റെയാണ്, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാഹനം പിന്നീട് ഉപയോഗിക്കുന്നത്, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഞാൻ എൻ്റെ ആ വാഹനത്തിൻ്റെ ടൈറ്റിൽ ആർക്കും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ബിസിനസ് അത് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ്, അവിടെ ഞാനൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്താണ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. വേർ എനി പേഴ്സൺ സീസസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ, any goods forming part of the assets of any business carried on by him shall be deemed to be supplied by him in the course of furtherance of business immediately before ceases to be a taxable person എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുമില്ല, ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ് ഞാൻ എന്ത് ചെയ്യാണ്, നിർത്തി പോവുകയാണ് വിചാരിച്ചോ. ബിസിനസ് ലാഭമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാണ്, ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ പറയുക, അത് എന്തായിട്ട് കണക്കാക്കുന്ന പറയുന്നത്, ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിനെ നമ്മൾ സപ്ലൈയോ ഗുഡായിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ് ഞാൻ നടത്തുന്നു. ആ ബിസിനസ്സിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇന്നോവ കാർ വാങ്ങിയിട്ടുണ്ട്. ആ ഇന്നോവ കാർ ഞാൻ എന്താണ്, ബിസിനസ് എന്ത് ചെയ്യാണ്, ബിസിനസ് നിർത്തിപ്പോവാറ്. ബിസിനസ് ലാഭമൊന്നുമില്ല പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ നിർത്തിപ്പോയി. ഓക്കെ, ബിസിനസ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ആ കാറൊക്കെ വിറ്റു. ബിസിനസ്സിന് ഇനി ആവശ്യമൊന്നുമില്ല, അപ്പോൾ എന്തിനേക്ക് ആ കാറ്, അപ്പോൾ ഞാൻ കാറെല്ലാം വിറ്റു, ബിസിനസ്സൊക്കെ ഒഴിവാക്കിയെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എല്ലാം വിറ്റ് തുടക്കുകയാണെങ്കിൽ ഓണർഷിപ്പൊക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ എന്താണ്, എന്തായിട്ട് കണക്കാക്കുന്ന പറയുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എക്സെപ്ഷൻ പറയുന്നുണ്ട്, 2 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എന്താണ് എക്സെപ്ഷൻസ്? ദി ബിസിനസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഗോയിങ് കൺസേൺ ടു അനദർ പേഴ്സൺ. എന്താണ്, ബിസിനസ് നമ്മൾ നിർത്തി അടച്ചു പൂട്ടുന്നില്ല, മറിച്ച് എന്താണ്, നമ്മൾ നടത്താൻ വേണ്ടി വേറെ ആളിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് വേറെ ആൾ, ഇപ്പോൾ പാർട്ട്നേഴ്സാണ് വിചാരിക്കുക, എൻ്റെ ബിസിനസ്സിന് 2-3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടും അതെന്ത് ചെയ്യാണ്, അവർ നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അങ്ങനെയുള്ള കേസിൽ ഇത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ദി ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ എ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ഹു ഇസ് ഡീംഡ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. എന്താണ്, ഒരു പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ്, അതായത് പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട്
എൻ്റെ കുടുംബത്തിൻ്റെ ഒരാളോ ആരെങ്കിലും ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ബിസിനസ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല, മറിച്ച് എന്താണ് അവർ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതെന്താണ് അതും ഇതിൽ പെടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതെന്താണ് സപ്ലൈയോ ഗുഡ്സിൽ അത് പെടില്ല എന്നാണ് പറയുന്നത്. അത് സപ്ലൈയോ സർവീസായി മാറുമെന്നാണ് പറയുന്നത്. അതാണ് എക്സെപ്ഷൻസിൽ പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എൻ്റെ കയ്യിലൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്യുന്നു? റെൻറ്റിന് കൊടുക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ ഞാൻ വാടകയ്ക്ക് കൊടുക്കുക പറഞ്ഞാൽ മാസം അയാൾ എനിക്ക് വാടക തരുന്നു. ഓക്കെ, ഞാനത് വാങ്ങിയിട്ട് പോക്കറ്റിലിടുന്നു. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ അവിടെ എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, വാടക മേടിക്കാൻ മാത്രം ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഞാൻ അവിടെ എൻ്റെ ബിൽഡിംഗ് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നേരെ മറിച്ച് അതിൻ്റെ ഓണർഷിപ്പ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്തായിരിക്കും? അത് സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്ത് കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ എന്താണ് പറയുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ ഓർ പാർട്ട് thereof including a complex or building intended to be sold to a buyer or wholly partly. അതായത് ഒരു എന്താ പറയുക, ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിചാരിക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് നമ്മുടെ വർക്കെങ്കിൽ, നമ്മൾ ബിൽഡിങ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ടാണ് കണക്കാക്കുക? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കണക്കാക്കുക, അല്ലേ? എൻ്റെ പണി, ഞാനൊരു കോൺട്രാക്ടറാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ എന്താ പറയുക, കസ്റ്റമർ പറയുന്നതനുസരിച്ച് ഞാൻ അവൻ്റെ ആവശ്യപ്രകാരം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അതെന്താ? അത് സർക്കുലർ സർവീസ് അല്ലേ? ഞാൻ എന്തല്ല ചെയ്യുന്നത്? നേരെ മറിച്ച് ബിൽഡിങ് എൻ്റെ സ്വന്തം പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അത് ഞാൻ എന്ത് ചെയ്യല്ല, വിൽക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യാണ്? സപ്പോസ് എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട്, ഞാൻ എന്ത് ചെയ്തു? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു വില്ല ഉണ്ടാക്കി വിചാരിക്കുക. എൻ്റെ പൈസ ഉപയോഗിച്ച് ഞാൻ വില്ല ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അത് കസ്റ്റമേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ്? അത് സപ്ലൈ ഗുഡ്സ് ആയിരിക്കും. ഇവിടെ എന്താ സംഭവം? ഞാൻ കസ്റ്റമേഴ്സ് പറയുന്നതനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് അവരുടെ ആവശ്യപ്രകാരം ഞാൻ വീടുണ്ടാക്കിയിട്ട് വിൽക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ? അത് സർവീസാണ്, അല്ലേ? ഞാൻ വീടുണ്ടാക്കി കൊടുക്കുന്നതും വീട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതും രണ്ടാണ്, അല്ലേ? ഞാൻ വീട് ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണെങ്കിൽ അവിടെ ഞാൻ വിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡാണ്, അല്ലേ? ഗുഡ്സാണ്. ഓക്കെ, ഗുഡല്ല, ഗുഡ്സാണ്. അപ്പോൾ സാധനമാണ്. അപ്പോൾ സാധനമായിട്ട് വിൽക്കുമ്പോൾ അതാണ് സപ്ലൈ സർവീസ് ആവും, അല്ല ഗുഡ്സ് ആവും. നേരെ മറിച്ച് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് ഞാൻ ബിൽഡിംഗ് ഉണ്ടാക്കി, ഞാനത് അവൻ്റെ ആവശ്യപ്രകാരം പണിത ശേഷം കൺസ്ട്രക്ട് ചെയ്ത ശേഷം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസാണ്. അതന്നെ ഈ പോയിന്റിൽ പറയുന്നുള്ളൂ. അതിൽ എക്സെപ്ഷൻ പറയുന്നുണ്ട്. വേർ ദി എൻ്റർ കൺസിഡറേഷൻ ഹാസ് ബി റിസീവ്ഡ്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റെഡി ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തല്ല, അത് സപ്ലൈ ഓഫ് സർവീസിൽ കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ 2-3 കണ്ടീഷൻ പറയുന്നുണ്ട്. ആഫ്റ്റർ ഇഷ്യൂവൻസ് ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഓർ ഫ്രം ദി കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ ഈസ് ഫസ്റ്റ് ഓക്കുപ്പേഷൻ വിച്ച് എവിടെ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അത് എന്താണ്? അങ്ങനെ നടക്കുന്നതെങ്കിൽ അതെന്തല്ല, സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ IPR, ഓക്കെ, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ്? ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിംഗ് ടു യൂസ് എൻജോയ്മെൻറ്റ് ഓഫ് എ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി, ആ സാധനത്തിന് കോപ്പി റൈറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ കോപ്പി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ആൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഓണറിൻ്റെ ആ സാധനം ഉണ്ടാക്കിയ ആളുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം, അല്ലേ? അല്ലെങ്കിൽ പേയ്മെൻറ്റൊക്കെ കിട്ടണം. ഓക്കെ. അങ്ങനെ ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ്? എൻ്റെ കോപ്പി റൈറ്റ് ഞാൻ ടെമ്പററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് പറയുന്നത്. നമുക്ക് ആ സെൻറ്റൻസ് വായിച്ചത് തന്നെ മനസ്സിലാവും. ടെമ്പററി ട്രാൻസ്ഫർ, താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം, പെർമനൻ്റ് അല്ല. താൽക്കാലികമായിട്ട് കുറച്ച് കാലത്തേക്ക് ആവാം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ആവാം. പക്ഷെ അവിടെ എന്താണ്? പൂർണ്ണമായിട്ടും അവിടെ ആ അവകാശം നമ്മൾ കൊടുക്കുന്നില്ല, മറിച്ച് താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അവകാശം കൊടുക്കുന്നു എങ്കിൽ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കുന്നു എങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്.
ദെൻ അടുത്ത് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ. ഓക്കെ, അതായത് ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസേഷൻ, അഡോപ്ഷൻ, അപ്ഗ്രേഡൈസേഷൻ ആൻഡ് എൻഹാൻസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നോൺ കോമ്പറ്റ് ഫീസ് എന്ന് പറയുന്നത്. നോൺ കോമ്പറ്റ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിന് ഏർപ്പെടുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചാർജസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നോൺ കോമ്പറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒന്നും കൂടി റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. റെഫർ ചെയ്തിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ റൈറ്റ് ടു യൂസ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ടു യൂസ് എന്ന് പറയുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രാൻസ്ഫർ ഓഫ് എനി റൈറ്റ് ടു യൂസ് എനി അസറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഫോർ എനി പർപ്പസ് വെദർ ഓർ നോട്ട് ഫോർ സ്പെസിഫൈഡ് ഗുഡ്സ് പീരീഡ്. അതായത് എന്താണ്, ഹയർ പർച്ചേസ്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു കാർ വാങ്ങുകയാണ്, എൻ്റെ അടുത്ത് ആ കാർ വാങ്ങാനുള്ള 5 ലക്ഷം രൂപയുടെ കാർ വാങ്ങാനുള്ള എന്താ പറയുക പൈസ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി EMI ആയിട്ട് ഞാൻ അത് അടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് എന്തായിട്ടാണ് കണക്കാക്കാന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കണക്കാക്കാന്ന് പറയുന്നത്. അതായത് ആ സാധനത്തിൻ്റെ, ആ കാറിൻ്റെ അവകാശം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഫുൾ എമൗണ്ട് അടയ്ക്കണം അല്ലേ. ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ കാറിന് ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അവകാശം കിട്ടുകയുള്ളൂ. ഇവിടെ നേരെ മറിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഞാൻ ആ കാറിന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് അടയ്ക്കുന്നു, ബാക്കി എമൗണ്ട് വരുന്ന സമയങ്ങളിൽ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ എന്താണ്, അവിടെ കാറിൻ്റെ റൈറ്റാണ്, ആ കാർ യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ, കാറിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ അതെന്തായിരിക്കും, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കോമ്പോസിറ്റ് സപ്ലൈ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കോമ്പോസിറ്റ് സപ്ലൈയിൽ വരുന്നത് വർക്ക്സ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുകയോ കംപ്ലീറ്റ് ചെയ്യുക, ഇറക്ഷൻ, അതുപോലെ ഇൻസ്റ്റാളേഷൻ, ഫിറ്റിംഗ് ഔട്ട് കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സർവീസിനാണ് വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക്സ് കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ബി സെക്ഷനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സപ്ലൈ ബൈ വേ ഓഫ് ഓർ പാർട്ട് ഓഫ് എനി സർവീസ് ഇൻ അതർ മാനർ വാട്ട്സെവർ of goods being food or any other article for human consumption or any drink other than alcoholic liquor for human consumption where such supply goods and services for a cash deferred payment other valuable consideration എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോമ്പോസിറ്റ് സപ്ലൈ, അതായത് കോമ്പോസിറ്റ് സപ്ലൈയെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതെങ്കിലും എന്താ പറയുക സപ്ലൈയോ സർവീസസോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക, സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ട് തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈയെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ വർക്ക്സ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുക. വർക്ക്സ് കോൺട്രാക്റ്റ് എന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് മനസ്സിലാക്കുക. വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഫിറ്റിംഗ് ഔട്ട്, ഇറക്ഷൻ, ഇൻസ്റ്റാളേഷൻ, ഫിറ്റിംഗ് ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, വർക്ക്സ് കോൺട്രാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഷെഡ്യൂൾ 1ൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി ഏതൊക്കെ ട്രാൻസാക്ഷൻസിൽ നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കാമെന്ന് പഠിച്ചു. ഷെഡ്യൂൾ 2ൽ നമ്മളെന്ത് പഠിച്ചു, ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് കാറ്റഗറിയിൽ പെടുത്തുക, ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുകയെന്നും പഠിച്ചു. ഓക്കെ, ഇതിൽ കോമ്പോസിറ്റ് സപ്ലൈ അതേപോലെ നോൺ കോമ്പറ്റ് ഫീ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തത വരുത്താനുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഞാൻ എൻ്റെ ടീച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം
എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.